ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പഴമൊക്കെ നല്ലോണം പഴുത്തതിനാൽ അധികം പേരും അത് കളയലായിരിക്കും അല്ലേ. പക്ഷെ നമ്മൾ അതുകൊണ്ട് പലതരം സ്നാക്സ് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ വേണ്ട. ഞാൻ ഇപ്പം മിക്സിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ പൊടിച്ചെടുത്ത പഞ്ചസാര ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബൗളിൽ ഒട്ടും വെള്ളമില്ലാതായി നോക്കാം. ഇനി നമുക്ക് അതേ ജാറിൽ തന്നെ ഇതുപോലെ ഒരു പഴുത്ത പഴമാണ് വേണ്ടത്. ഒറ്റൊരു പഴം മതി. അതന്നെ അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഈ കേക്കിൽ ഒരുപാട് പഴയക്കിനാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഒന്ന് ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ വലിയ ജാറിലാണ് പൊടിക്കുന്നെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് എല്ലാം കൂടി ഒന്നിച്ച് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാരയിലോട്ട് ഈ പഴം ഒഴിച്ചു കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ അത് നല്ലോണം ഒന്ന് വെള്ളമായിട്ട് തന്നെ അരയുമ്പോൾ വെള്ളമായി കിട്ടും. എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാരയും പഴവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിൽ കുറച്ച് വാനില എസൻസും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ജാറിൽ തന്നെ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. 2 മുട്ട മതിയാവും കേട്ടോ. 2 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വാനില എസൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ എടുത്ത് വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഈ സമയത്ത് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതാ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ഓയിലാണ് കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. 1/4 കപ്പ് മതിയാവും. അത് എന്നിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ചെറിയ സ്പീഡിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അടിക്കണ്ട കേട്ടോ. ഓയിൽ ഒഴിച്ച ശേഷം അടിച്ചെടുത്ത മിക്സിനായതാ ഈ പഴത്തിൻ്റെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയും അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇത്രയും നമുക്ക് അരിച്ചിട്ട് 2 or 3 ട്രിപ്പായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ മൈദക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പക്ഷേ ഗോതമ്പ് പൊടിയാകുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റേ കിട്ടുള്ളൂ. മൈദയാണല്ലോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് മൈദ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മാത്രം ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതാ സ്പാച്ചിൽ വെച്ചൊന്ന് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ബാറ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത് നട്ട്സൊക്കെ വേണമെങ്കിൽ കടിക്കാനൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ അതാ ഞാൻ ഇനി ഇത് ടിന്നിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ചിൻ്റെ ടിന്നായിട്ട് എടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പറൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൊട്ടി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ്. അതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോളും. പിന്നെ ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടിയോ നട്ട്സോ എന്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് വേണമെങ്കിൽ പ്ലെയിനായിട്ടും ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ വെറുതെ ഇങ്ങനെ പ്ലെയിനായിട്ട് കാണുമ്പോൾ ഒരു രസമില്ലല്ലോ. അതുകൊണ്ട് ഒരു 4 ബദാം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കട്ടാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ഫുൾ വെച്ച് കൊടുക്കാനാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലെയിനായി കിടക്കേണ്ട വിചാരിച്ച് അങ്ങനെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ ബേക്ക് ചെയ്യുന്ന പാത്രം നന്നായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതാ ഒരു 1 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ടായിട്ട് ഇത് വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ അതാ ചൂടാറിയിട്ടാകുമ്പോൾ കട്ടാക്കാട്ടെ. അപ്പോൾ ഇവിടെ ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ ബട്ടർ പേപ്പറെല്ലാം ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്ടത്. ഞാൻ കട്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. നല്ല അടിപൊളി കേക്കാണ്ടത്, നല്ല ടേസ്റ്റാണ്. പഴത്തിൻ്റെ അങ്ങനത്തെ ഫ്ലേവറൊന്നും വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വാനില എസൻസ് ചേർക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ പഴമൊന്നും കളയാതെ ഇതുപോലെ പലതരം സ്നാക്സൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ പഴമായിട്ട് കൊടുക്കുമ്പോഴല്ലേ കുട്ടികൾക്ക് കഴിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും. നമ്മളെ പഴം തീർന്ന പോലെയാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.